ഹായ്, ഇന്ന് വീഡിയോ വരാൻ കുറച്ചൊരു നേരം വൈകിട്ടോ. കാരണം അത്തായം കഴിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ കിടന്നു പോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരുപാട് പേരെ കമൻസ് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ റീപ്ലൈ തരാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പുതിയ ആളുകൾ അതിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇന്ന് രാത്രിയൊക്കെ എല്ലാവർക്കും കമൻറ്റിനുള്ള റീപ്ലൈ തരാം കേട്ടോ. ഈ ബട്ടർ കപ്പിൽ ഇപ്പോൾ ഡെയിലി ഓരോ പൂടുന്നുണ്ട് കേട്ടോ. എന്നും എന്നെ സന്തോഷിപ്പിക്കാണ്ട് ഇനി അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ പൂവെങ്കിലും തരുന്നുണ്ട് അവർ. ഉള്ളിത്തോലി എന്തിനാന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയല്ലേ. അപ്പം നമ്മൾ ചെടിക്കിടാൻ തന്നെയാണ് കേട്ടോ. നല്ലൊരു ഒന്നാന്തരം വളം തന്നെ ഉണ്ടാവും നമ്മുടെ ഉള്ളിത്തൊലി. ഞാൻ എപ്പോഴും കിച്ചണിൽ ശേഖരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ പഴത്തിൻ്റെ തൊലി, നേന്ത്രപ്പഴത്തിൻ്റെ ഒക്കെ തൊലി ഉണ്ടല്ലോ, അത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വെള്ളം നീട്ടിയിട്ട് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്ത് തന്നെ ചെടികൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഈ ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് ഡബിൾ പെറ്റൽസിൻ്റെ ബോൾസ് അല്ലേ, അതിനാണ് കേട്ടോ. ഇതിനൊക്കെ ഇനി മേലെ മണ്ണിട്ടെടുക്കാൻ കുറേ സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ മണ്ണിട്ടെടുക്കണം. ഇതിൻ്റെ റൂട്ടുകളൊക്കെ മണ്ണിന് മുകളിലായി വരുന്നുണ്ട്. അപ്പോൾ അതൊരു പണി തന്നെയാണ്. ഞാൻ അതൊക്കെ ചെയ്യണം. ഈ ചെത്തിയിലെ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമെങ്കിൽ എന്താല്ലേ, ഒരുപാട് പൂക്കളാണ് ഈ ചെത്തി എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെത്തീനെ. ഈ ഡെക്കോമയിൽ ഒരുപാട് ദിവസം ഇങ്ങനെ മുട്ടിങ്ങനെ നിൽക്കും, എന്നിട്ടേ പൂവ് തരുള്ളൂ കേട്ടോ. ഇത് ഫസ്റ്റിലെ മുട്ടിട്ട് അന്നേരം ഞാൻ ഇന്ന് വിരിയും നാളെ വിരിയും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. നമുക്ക് ആദ്യമായിട്ട് വിരിയുമ്പോൾ അങ്ങനെയാണല്ലോ. അതിൻ്റെ മുരട്ടൊരു തപസ്സിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അന്ന് എൻ്റെ ക്ഷമ അറ്റിയിരുന്നു കേട്ടോ. ഇപ്പം എപ്പം മുട്ടിട്ടാലോ അഞ്ഞത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് എൻ്റെ മൈൻഡിൽ വരും. വായനയിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. പക്ഷേ അതിലേറെ നമ്മൾ മറക്കാതെ എപ്പോഴും ഉണ്ടാകുക നമ്മൾക്ക് അനുഭവത്തിലൂടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചെടിയെ പറ്റി നമ്മൾ വായിച്ചിട്ട് പഠിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു പക്ഷേ മറന്നു പോയിരിക്കും. പക്ഷേ നമ്മൾ ചെടിയെ പരിപാലിക്കുമ്പോൾ നമ്മളും ഒരു ചെടിയായിട്ട് മാറണം അല്ലേ. നമ്മൾ ചെടീനെ പരിപാലിക്കുമ്പോൾ നമ്മളൊരു ചെടിയായിട്ട് മാറണം. നമ്മളൊരു പൂച്ചനെ വളർത്തുമ്പോൾ നമ്മളൊരു പൂച്ചയാവണം. കുട്ടികളെ, ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞായിട്ട് മാറണേ. അതേപോലെ തന്നെയാണ് ചെടികളും. അപ്പോൾ അവരെ കൂടെ നിന്ന് അവരെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ അവരെ എല്ലാ ഹിസ്റ്ററിയും നമുക്ക് കാണാൻ പാടായിരിക്കും. ഇന്ന ആൾക്ക് ഇന്നത് വേണം, സൂര്യപ്രകാശം വേണം, ഇന്നൊക്കെ സൂര്യപ്രകാശം വേണ്ട, വെള്ളം കൂടുതൽ വേണം, വെള്ളം കൂടുതൽ വേണ്ട. അതൊക്കെ നമ്മൾ അവരെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് വായിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതിലേറെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്നത് അല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില ചെടികളെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരികയെന്ന് പറയാറുണ്ട്. കാരണം അത് ഞാൻ വല്ലാണ്ട് നട്ടുപിടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നട്ടുപിടിപ്പിച്ചതിനെ പറ്റി എനിക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററി ഫുൾ എനിക്കറിയാം കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ചെടി ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഞാൻ ചെടികൾക്കൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കിടന്നിട്ടും തന്നെ ഒരു സുഖം കിട്ടുന്നില്ല. ഈ പോപ്പികൾക്കൊക്കെ ഡെയിലി വെള്ളം കിട്ടാതിരുന്നാലേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും മറ്റുള്ള പറ്റക്കെട്ട് കിടന്നു പോട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും, ഓ ഇനി ഇത് ഒരിക്കലും നിവർന്ന് നിൽക്കൂല എന്നൊക്കെ വിചാരിക്കും. ഇവിടെ വെള്ളം പതുക്കുന്ന സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, എന്നാൽ തന്നെ നിവർന്ന് നിൽക്കും. അവർ കിടന്നു പോകില്ല എന്നാണ് രാത്രി കിടക്കുമ്പോൾ ഒരു ടെൻഷൻ. പിന്നെ ഇനി ലോങ് വീഡിയോ അല്ല കേട്ടോ.